ആ യുദ്ധഭൂവിൽ നിലം പതിച്ചു രാമസായകമേറ്റു തളർന്ന ലങ്കേശ്വരൻ. കൃഷ്ണമണികൾ മറയും മിഴികളിൽ ഉഷ്ണം പുകയും മനസ്സിൻ കയങ്ങളിൽ മൃത്യു പതുക്കെ പതുക്കെ ജീവാണുക്കൾ കൊത്തി വിഴുങ്ങും ശിരോമണ്ഡലങ്ങളിൽ. അപ്പോഴും അപ്പോഴും രാവണന് അന്തിമ സ്വപ്നമായി വരികയാണ് തൻ്റെ പ്രിയപ്പെട്ട പുത്രി മൈഥിലി. തൻ്റെ പുത്രിയാണ്. അത് ലോകത്തോട് പറയാൻ പറ്റാതെ അപവാദത്തെ ഭയന്ന് ഉള്ളിലൊതുക്കുന്ന ഒരു പിതാവിൻ്റെ വ്യഥയാണ് രാവണപുത്രിയിലെ കണ്ടന്റ്. ഈ കവിത അതിമനോഹരമായി നമ്മുടെ പ്രിയപ്പെട്ട മധുസൂദനൻ നായർ അനശ്വരമാക്കി. ഈ ഗാനത്തിൻ്റെ എല്ലാ ക്രെഡിറ്റും തിരുവോണ നക്ഷത്ര ജാതനായ കവി ശ്രീ മധുസൂദനൻ നായർക്ക് നൽകുന്നു.